എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് ആർക്കൊന്ന് മനസ്സിലായോ? ഇത് കാച്ചിൽ, കണ്ടിക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ് പറയുക. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ നട്ട് വളർത്തുന്നതല്ല, പ്രകൃതിയിൽ തന്നെ ഉള്ളതായി. പണ്ടുള്ള ആൾക്കാർ കാട്ടുകിഴങ്ങൊക്കെ പറിച്ച് തിന്നെന്ന് പറയുന്നില്ലേ, അതുപോലെ പണ്ടെങ്ങനെ ഉണ്ടായതായിരിക്കാം ഈ കാച്ചിൽ, കണ്ടിക്കിഴങ്ങെന്നൊക്കെ തോന്നുന്നു. ഇതിങ്ങനെ മണ്ണിൻ്റെ അടിയിലേക്കാണ് പോവുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരയാൾ ആഴത്തിലൊക്കെ ഇത് പോകും. നല്ല താഴ്ചയിലാണ് പോവുക. എന്താ ഇത് പുഴുങ്ങി തിന്നാൻ നല്ല ഇതാണ്. ഇതിൻ്റെ ഈ കിഴങ്ങാണ് ഈ മേളിലെ തൊലി കളഞ്ഞിട്ട് കഴിക്കുക. ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, വെളുത്ത കളറിലായിരിക്കും. ഇത് നമുക്ക് പുഴുങ്ങിയിട്ട് നല്ല കാന്താരി മുളകും ഉപ്പും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ വെച്ച് ചമ്മന്തിയൊക്കെ അരച്ചിട്ട് കഴിക്കാം. അതുപോലെ നമുക്ക് കപ്പ പുഴുങ്ങുന്ന പോലെ തേങ്ങയും കാന്താരി മുളകൊക്കെ ചതച്ചിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് പുഴുങ്ങിയിട്ടും കഴിക്കാം. ഇതൊരു വള്ളിയിലാണ് ഉണ്ടാവുക. ഇത് ഉണങ്ങിപ്പോയി. ഇതിൻ്റെ വള്ളി മരത്തിലൊക്കെ വലിഞ്ഞു കയറിയിട്ട് എന്താ വലിയ വലിയ കിഴങ്ങുകൾ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ കാച്ചിൽ ഇഷ്ടമുള്ളവർ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല സ്വാദാണിത് കഴിക്കാൻ. പിന്നെ എല്ലാവർക്കും ഇതിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇത് പണ്ടൊക്കെ ഞങ്ങൾ ചുട്ട് കഴിക്കുമായിരുന്നു. കനലിലിട്ടിട്ട് ചുട്ടിട്ട് കഴിക്കുമായിരുന്നു. ഒരുപാട് കിഴങ്ങുണ്ടാവും. ഇതുപോലെ ഒന്നുമല്ല, ഇത് നല്ല ആഴത്തിൽ നമുക്ക് കുഴിച്ചു പോകുന്നതോറും ഇതിന് കിഴങ്ങുകളിങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ടാവും. അപ്പം ഇന്നത്തെ കാച്ചിൽ കുടിച്ചെടുക്കലും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.